സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുകയും നമ്മിലേക്ക് നമ്മുടെ ജീവിത ലക്ഷ്യം പഠിപ്പിച്ചു തരാൻ പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്തു. ഓരോ സമൂഹത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുകളെ നിയോഗിച്ചപ്പോൾ ആ ജനതയ്ക്ക് ആ പ്രവാചകനിൽ വിശ്വസിക്കാൻ മാത്രമുള്ള ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിനൽ അംബിയാഇ നബിയ്യുൻ ഇല്ലാ ഉതിയ മിനൽ ആയാതി മാ മിസ്ലുഹു ഊമിന അലൈഹിൽ ബശർ. ഒരു നബിയും നിയോഗിക്കപ്പെട്ടിട്ടില്ല ആ നബിക്ക് ആ ജനങ്ങൾ വിശ്വസിക്കാൻ മാത്രമായ ദൃഷ്ടാന്തങ്ങൾ നൽകാതെ അത്ഭുതകരമായ കാര്യങ്ങൾ നൽകിക്കൊണ്ട് ആ പ്രവാചകന്മാർ ആകാശഭൂമികളെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതാണ് എന്ന് വിശ്വസിക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടായിരുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് നിയോഗിച്ച റസൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. മറ്റുള്ള എല്ലാ ദീനിനെ അതിജയിച്ചുകൊണ്ട്, മറ്റുള്ള എല്ലാ പ്രത്യയ ശാസ്ത്രങ്ങളെയും അതിജയിച്ചുകൊണ്ട് ഹക്കായ ദീന് കൊണ്ടും നേർമാർഗം കൊണ്ടും പ്രവാചകനെ നിയോഗിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മുശ്രിക്കീങ്ങൾ എത്ര വെറുത്താലും ശരി ആ ദീന് മറ്റുള്ളവയെ അതിജയിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ വിശ്വാസം നമുക്ക് ദൃഢമാക്കുന്ന, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസം ദൃഢമാക്കുന്ന പല കാര്യങ്ങളും ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ, കേട്ട് മനസ്സിലാക്കാൻ, അറിയാൻ സാധിക്കുന്ന പല അത്ഭുതകരമായ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അന്നത്തെ ആളുകൾ കണ്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ മുതവാത്തിറായിക്കൊണ്ട് ഒരു സംഘം ആളുകൾ, ഓരോ തബക്കയിലും ഓരോ സംഘം ആളുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി, ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ഓറിയന്റലിസ്റ്റുകൾ പോലും അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ട ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിലൂടെ ആ സത്യങ്ങൾ അവർക്ക് നിരാകരിക്കാൻ സാധിക്കാതെ നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ ദിവസം, ബദർ യുദ്ധം നടക്കുന്നതിന് തലേ ദിവസം ബദറിലെത്തിയപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദാ മസ്റഉ ഫുലാൻ ഖാല വയദഉ യദഹു അലൽ അർളി ഹാഹുനാ ഹാഹുനാ. റസൂലുള്ളാഹി ബദറിലെ ഓരോ സ്ഥലത്തും കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ നാളെ ഇന്നാലിന്ന ആൾ വീണ് കിടക്കും, ഇന്നാലിന്ന ആൾ ഇവിടെ മരിച്ചു വീണ് കിടക്കുമെന്ന് പറഞ്ഞു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാ മാത അഹദുഹും അൻ മൗളിഇ യദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് കൈവച്ച് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ചു പോലും അവർ മാറിയിട്ടില്ല. അവിടെ തന്നെ അവർ മരണപ്പെട്ട് കിടക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒരിക്കൽ പേർഷ്യയിൽ നിന്ന് കിസ്റ പറഞ്ഞയച്ച ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, ഇന്ന റബ്ബി ഖതല റബ്ബക ലൈല. എന്റെ റബ്ബ് നിന്റെ യജമാനനെ ഇന്നലെ രാത്രി വധിച്ചിട്ടുണ്ട്, അഥവാ കിസ്റ ഇന്നലെ രാത്രി മരണപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് അറിയിച്ചു കൊടുത്തു. പിന്നീടാണ്, അത്ര വഴിദൂരമുള്ള ആ കാലത്ത് പിന്നീടാണ് ആ വാർത്ത ഈ വ്യക്തിയുടെ അടുക്കൽ പോലും എത്തുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച കാര്യങ്ങൾ അപ്പോൾ തന്നെ നടക്കുന്നത് കാണുകയുണ്ടായിട്ടുണ്ട്. മിമ്പറിൽ വെച്ച് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ മഴ പെയ്തതും, മഴ നിൽക്കാൻ വേണ്ടി ദുആ ചെയ്തപ്പോൾ മഴ നിന്നതും നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ ഒരു സംഭവമാണ്, കുട്ടിയായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ലഹു ഫീമാ അതൈതഹു. അല്ലാഹുവേ, ഇവന്റെ സമ്പത്തും ഇവന്റെ സന്താനങ്ങളും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, ഇവന് നൽകുന്നതിൽ നീ ബറക്കത്ത് ചൊരിയണമേ എന്ന് ദുആ ചെയ്തു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മരണകാലത്ത് മക്കളും പേരമക്കളുമായിട്ട് 120ഓളം മക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൃഗങ്ങളിൽ നിന്ന് പോലും ആളുകൾ കാണാനിടയായിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്, നുബുവത്തിന് തെളിവുകളായിട്ട്. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായി ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു. ഒരു സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയപ്പോൾ ഫൈദാ ജമലുൻ ഖദ് അതാഹു ഫജർജറ വദറഫത് ഐനാഹു. ഒരു ഒട്ടകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. അതൊരു ശബ്ദമുണ്ടാക്കുന്നുണ്ട്, തേങ്ങി കരയുന്നത് പോലെ, കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമസഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സറാതഹു വദിഫ്റാഹ്.
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിനെ തടവി, നെറ്റിയിലുമെല്ലാം തടവി. ഫസക്കന, അത് നിശബ്ദമായി നിന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ സാഹിബുൽ ജമൽ, ആരാണ് ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ? അൻസാരിയായ യുവാവ് എന്ന് പറഞ്ഞു, അത് എന്റേതാണ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, അമാ തത്തഖില്ലാഹ ഫി ഹാദിഹിൽ ബഹീമ, ഈ മൃഗത്തിന്റെ വിഷയത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? അല്ലതി മല്ലക്കക അല്ലാഹ്, അല്ലാഹുവാണ് നിനക്ക് അതിനെ അധികാരപ്പെടുത്തിയത്. ഇന്നഹു ശകാ ഇലയ്യ അന്നക തുജീഉഹു വതുദ്ഇബുഹു, അതെന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട്, നീ അതിനെ പട്ടിണിക്കിടുന്നുണ്ട് എന്നും അതിന് താങ്ങാനാവാത്ത ഭാരം അതിനെ കൊണ്ട് ചുമപ്പിക്കുന്നുണ്ട് എന്ന് ആ ഒട്ടകം എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് സഹോദരങ്ങളെ ഹുദൈബിയയിൽ വെച്ച് സംഭവിച്ചത്. ഹുദൈബിയയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ നിൽക്കുന്ന ആ സംഭവം ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അതശന്നാസു യൗമൽ ഹുദൈബിയ, ഹുദൈബിയ ദിവസം ആളുകൾക്ക് ഭയങ്കര ദാഹം അനുഭവപ്പെട്ടു. വെള്ളമില്ല, വുളു എടുക്കാനോ കുടിക്കാനോ വെള്ളമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലുള്ള കുറച്ച് വെള്ളം റസൂലുള്ള വുളു എടുത്തു കഴിഞ്ഞപ്പോൾ ആളുകൾ അതിലേക്ക് ധൃതിപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലക്കും, നിങ്ങൾക്ക് എന്തു പറ്റി? അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ലൈസ ഇൻദനാ മാഉൻ നതവല്ലഹു വലാ നശ്റബ്, കുടിക്കാനോ വുളു എടുക്കാനോ ഞങ്ങളുടെ കയ്യിൽ വെള്ളമില്ല. ഇല്ലാ മാ ബൈന യദൈ, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ വെള്ളമല്ലാതെ എന്ന് പറഞ്ഞു. ഫവളഅ യദഹു ഫിർരിക്വ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ ആ പാത്രത്തിലേക്ക് വെച്ചു. ഫജഅലൽ മാഉ യസൂറു ബൈന അസാബിഹി കംസാലിൽ ഉയൂൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ അരുവിയിൽ നിന്ന് വെള്ളമൊഴുകുന്നത് പോലെ വെള്ളമൊഴുകാൻ തുടങ്ങി. ഇത് കേട്ട താബിഈങ്ങൾ ചോദിച്ചു, നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? അപ്പൊ സഹാബി പറഞ്ഞു, ഞങ്ങൾ 100,000 ഉണ്ടെങ്കിലും അവർക്കത് മതിയാകുമായിരുന്നു, ഞങ്ങൾ 115 ആളുകളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രശസ്തമായ മറ്റൊരു സംഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിന്റെ മസ്ജിദിൽ ഖുതുബ നിർവഹിക്കാൻ ഒരു ഈന്തപ്പന തടിയിൽ ചാരി നിൽക്കാറുണ്ടായിരുന്നു. ആ ചാരി നിൽക്കുന്നത് ഒരു മിമ്പർ ലഭിച്ചപ്പോൾ, മിമ്പർ നിർമ്മിക്കപ്പെട്ടപ്പോൾ റസൂലുള്ള മിമ്പറിന് മേലെയായി ഖുതുബ നിർവഹിക്കാൻ. അപ്പോൾ ഒരു ദിവസം ഈ ഈന്തപ്പനത്തടി വളരെ തേങ്ങുന്ന ശബ്ദം, മസ്ജിദിലെ എല്ലാവരും കേൾക്കുന്ന ശബ്ദത്തിൽ ഒരു ഒട്ടകത്തിന്റെ ശബ്ദം പോലെ അത് തേങ്ങുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ ഇറങ്ങിക്കൊണ്ട് അതിനെ ആലിംഗനം ചെയ്യുകയും അത് നിശബ്ദമാവുകയും ചെയ്തു, അത് ശാന്തമാവുകയും ചെയ്തു. മുത്തവാത്തിറായി ഉദ്ധരിച്ചുകൊണ്ട് ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത, ഒരു മസ്ജിദിലെ ആളുകൾ മൊത്തം കേട്ട കണ്ട സത്യമായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതുപോലെയുള്ളവർ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുശ്രിക്കുകൾ നേരിട്ട് കണ്ട സംഭവം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇൻഷഖൽ ഖമറു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിഖത്തൈൻ, റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് ചന്ദ്രൻ 2 പിളർപ്പായി, ഒരു പർവ്വതത്തിന്റെ 2 ഭാഗത്തായിരുന്നു. റസൂലുള്ള പറഞ്ഞു, ഇഷ്ഹദു, നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, നിങ്ങളിത് കണ്ടുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഒരിക്കൽ ഒരു അറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, ബിമാ അഅരിഫു അന്നക നബിയ്യുൻ, എങ്ങനെയാണ് താങ്കൾ നബിയാണെന്ന് ഞാൻ അറിയുക, എങ്ങനെയാണ് അറിയുക എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, ഇൻ ദഅവതു ഹാദൽ ഇദ്ക മിൻ ഹാദിഹി നഖല തശ്ഹദു അന്നി റസൂലുള്ളാഹ്, ആ ഈന്തപ്പന മരത്തിലുള്ള ഈന്തപ്പന കുലയ ഞാൻ വിളിച്ചാൽ ഇങ്ങോട്ട് വന്നാൽ നീ ഷഹാദത്ത് ചെയ്യുമോ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന്? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈന്തപ്പന മരത്തിലുള്ള കുലയെ വിളിക്കുകയും അത് താഴോട്ടിറങ്ങി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് വീഴുകയും പിന്നെ റസൂലുള്ളാഹി ഇർജിഅ്, തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ അതുപോലെ തിരിച്ചു പോവുകയും ചെയ്തു. വേറെ ചില സംഭവത്തിൽ ഈന്തപ്പന മരം ഭൂമിയിൽ അടയാളമുണ്ടാക്കി റസൂലുള്ളാഹിന്റെ അടുക്കൽ വരികയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഷഹാദത്ത് ചെയ്യുകയും ചെയ്തു. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങൾ പിന്നീട് നടന്നത്. റസൂലുള്ള പറഞ്ഞു, ബൈത്തുൽ മഖ്ദിസ് മുസ്ലിമീങ്ങൾ വിജയിക്കും, അതുപോലെ മുസ്ലിമീങ്ങളിൽ പ്ലേഗ് ബാധിക്കുന്ന അവസ്ഥയുണ്ടാകും, ധാരാളം സമ്പത്ത് മുസ്ലിമീങ്ങൾക്ക് ലഭിക്കും. ആദ്യം പറഞ്ഞ 2 സംഭവങ്ങളും ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് നടന്നു. പിന്നീട് പറഞ്ഞത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് നടന്നു. അന്ത്യനാളിന്റെ അടയാളങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പല കാര്യങ്ങളും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സ്വഹീഹായ ഈ ഹദീസുകൾ, ഈ കാര്യങ്ങൾ നാം പഠിക്കണം. ഉലമാക്കൾ ഇത് മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് ദലായിലുൻ നുബുവ്വ,
പ്രവാചകത്വത്തിന്റെ തെളിവുകൾ എന്ന പേരിൽ കിതാബുകൾ തന്നെ ക്രോഡീകരിച്ചിട്ടുണ്ട്. ആ കിതാബുകൾ, ആ സംഭവങ്ങൾ പഠിക്കുന്ന വഴി നമുക്ക് നിർഭയത്വത്തോടെ, ധൈര്യത്തോടെ, തന്റേടത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം തെളിയിക്കാനും അത് മുഖേന അള്ളാഹുവിലും പരലോകത്തിലുമുള്ള നമ്മുടെ ഈമാൻ, ആ ഈമാനിൽ ദൃഢത കൈവരിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد عباد الله اتقوا الله. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആൻ വിജനമായ ഒരു പ്രദേശത്ത് കളഞ്ഞു കിട്ടിയ ഗ്രന്ഥമാണെങ്കിൽ പോലും ബുദ്ധിയുള്ള ഒരാൾക്കും ഇതൊരു മനുഷ്യൻ എഴുതിയതാണെന്ന് പറയാൻ സാധിക്കില്ല. അത് സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണെന്ന് അവർ അംഗീകരിക്കും. ആ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതോ 40 കൊല്ലം മക്കക്കാർക്കിടയിൽ ജീവിച്ച അൽ അമീൻ എന്ന പേരുള്ള വിശ്വസ്തൻ എന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം നമുക്ക് എത്ര ശക്തിപ്പെടുന്നുവോ അത് നമ്മുടെ ഈമാനിൽ വളരെയധികം യഖീൻ ഉണ്ടാക്കി തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള റസൂലാണ്. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആരിൽ നിന്നുള്ള റസൂൽ? ആകാശഭൂമികളുടെ ആധിപത്യമുള്ള അല്ലാഹുവിൽ നിന്നുള്ള റസൂൽ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല. യുഹീ വ യുമീത്, അവൻ ജീവിപ്പിക്കുന്നു, അവൻ മരിപ്പിക്കുന്നു. ഫആമിനു ബില്ലാഹ്, അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുക. വറസൂലിഹി നബിയിൽ ഉമ്മിയില്ലദീ യുഅ്മിനു ബില്ലാഹി വ കലിമാതിഹി, അല്ലാഹുവിലും അവന്റെ കലിമാത്തിലും വിശ്വസിക്കുന്ന നിരക്ഷരജ്ഞാനിയായ അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത ഈ നബി, അതെ അല്ലാഹുവിന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കുക. വത്തബിഉ, ആ റസൂലിനെ നിങ്ങൾ പിൻപറ്റുക. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ ഹിദായത്ത് ലഭിക്കുന്നവരായേക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളത് നമ്മുടെ പരലോക വിജയത്തിന്റെ അടിസ്ഥാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇതുപോലെയുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ കാണിച്ചത് ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു വശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകാനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്ദാനിയത്ത് പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ ഏഴാകാശത്തിന് മുകളിൽ നിന്ന് അല്ലാഹുവിൽ നിന്ന് വഹീ ലഭിക്കുന്ന റസൂലാണെന്ന് തെളിയാൻ വേണ്ടിയിട്ടാണ്. ദീനിന്റെ അടിസ്ഥാനങ്ങളെല്ലാം ഒരായത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ആയത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഇന്നമാ ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളുടെ പോലെ ഒരു മനുഷ്യനാണ്. നിങ്ങളുടെ പോലെ ശ്വസിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, അങ്ങാടിയിലൂടെ നടക്കുന്ന, ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, എനിക്ക് വഹീ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ മഅബൂദ് ഏകനായ ഇലാഹാണ്. ഫമൻ കാന യർജൂ ലിഖാ റബ്ബിഹ്, ആരാണോ അവന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്ന് ഭയപ്പെടുന്നത്, ഫലിയഅമൽ അമലൻ സാലിഹ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദാ, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ മറ്റൊരാളെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസം നാം ദൃഢപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വഹീ ലഭിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ വിശ്വാസം നാം ദൃഢപ്പെടുത്തുന്നത് വഴി അല്ലാഹുവിലും പരലോകത്തിലും നമുക്ക് യഖീൻ നേടാൻ സാധിക്കും. അത് ജീവിതത്തിന്റെ മറ്റെല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ കാത്തു സംരക്ഷിക്കുന്ന, നമുക്ക് നിർഭയത്വം നൽകുന്ന കാര്യമായി മാറും. അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രവാചകത്വത്തിന്റെ തെളിവുകളായിട്ടുള്ള സംഭവങ്ങൾ പഠിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ഉറ്റാലോചിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല توفيق നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.